സത്യമാണ്, വിളിക്കവനെ. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്തും എന്നൊക്കെ പറയുന്ന പോലെയാണ് ചിലവർ ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കും. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്. ഫസ്മിന ലല്ലു വിഷയത്തിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഫസ്മിനയ്ക്ക് ഉത്തരവില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഉത്തരവില്ലാതെ വന്നപ്പോ ഇപ്പൊ ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേക്കൊന്നു എന്നെ തെറി വിളിച്ചുകൊണ്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്. നമ്മളെ വീഡിയോ കൊണ്ട് ഇത്രയും പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് കൊണ്ടല്ലോ. സന്തോഷമടി മോളെ, സന്തോഷം. ഇതാണ് എന്റെ വിജയം. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ, വൃത്തികെട്ടവൻ. ഇതുപോലുള്ള മൈ മാർക്ക് ഒന്നും ഞാൻ റീച്ച് ഓർ ആൻസർ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എടി, നിന്റെ ആൻസർ എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരെ അല്ലേ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചത്, അവർക്ക് കൊടുക്ക്. ഇത് ഉത്തരവില്ലേ നിനക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും? അതാ പറയുന്ന ഉച്ചണം കൊട്ടുമ്പോ കൊഞ്ഞാണം കുത്തി. ഇത് കൊഞ്ഞാണമല്ലല്ലോ, ഇത് പരത്തെറിയാണല്ലോ വിളിക്കുന്നത്. ഒരുത്തൻ അങ്ങോട്ട് തെറി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് തെറി വിളിക്കുന്നതെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടെന്ന് വിചാരിയാ. ഇത് നീ നിന്റെ പാരമ്പര്യമാണ് കാണിക്കുന്നത്. നിന്റെ പാരമ്പര്യത്തിലുള്ളതാണെന്ന് തോന്നുന്നു ഇത്, ഈ തൊട്ടി വർത്താനം. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. കരയാൻ ബെസ്റ്റ് ആണ്. കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ കരയുന്ന ഒരു പെണ്ണ്. ഗ്ലിസറിനൊന്നും വേണ്ട വെക്ക് കരയാൻ. മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം കുറവാണ്, ഇവളെ കൊണ്ട് അതിന്റെ ഫ്രണ്ട് കിടത്തി കരയിപ്പിച്ചാൽ മതി, അത് നിറച്ചു തരും കണ്ണീര് വെച്ചിട്ട്. എന്നെ നോയിച്ചാണ്ടല്ലോ, ബാക്കി വായിക്കും ഗൈസ്. ബാക്കി ഈ നാറിയൊന്നുമല്ല എന്റെ ലൈഫ് ജീവിച്ചേ. അയ്യോ, നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം ഞാൻ വല്ല സെപ്പിട്ടാങ്കിലും പോയി ചാടുന്നതാണ്. അതിനകത്ത് കിടക്കുന്ന തീട്ടത്തിന് നിന്റെ അത്രയും നാറ്റം കാണത്തില്ല. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട.